ജി ജമോഗ്ലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും പ്രേക്ഷകർ. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നൊരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ ജേഴ്സിയൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ അല്ല നമ്മൾ ഇടാൻ വേണ്ടി പോകും. നമ്മൾ കളിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് രാവിലെ ഇവിടെ എത്തിയ സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ജനലിലേക്ക് ബോൾ പോകാതെ കുറച്ച് പിള്ളേർ കെട്ടി വെച്ചുള്ള ചെറിയ വല മനസ്സിലായില്ല. ആ ചെറിയ വലയ്ക്കകത്ത് ഒരു മൂങ്ങ കുടുങ്ങി മനസ്സിലായില്ല. അത്യാവശ്യം സൈസുള്ളൊരു കാട്ടുമൂങ്ങ കുടുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് എടുത്ത് വിടാൻ വേണ്ടി പോകണം. അതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്ന് മനസ്സിലായി. അതിനെ നമ്മൾ പിടിച്ച് വേറെ ഉപദ്രവിക്കുക കാര്യങ്ങളും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ വല ഇളക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് നമ്മളതിന് വിടുക മാത്രമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടക്കണം ചത്തു പോകും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാട്ടുമുങ്ങ കാണാം മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന പോലെ വലയിൽ കുടുങ്ങിക്കിടന്ന കാട്ടുമൂങ്ങയാണ് നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത വീഡിയോ അല്ല ഇത്. ആരൊക്കെ എടുത്തതിനെ കട്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്ത വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വല കട്ട് ചെയ്യുന്നതൊന്നും അധികം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആർക്കും. അപ്പോൾ നമ്മൾ കിട്ടിയ വീഡിയോ വെച്ച് നിങ്ങളെ കാണിക്കുന്നു മാത്രമല്ല. ഈ കാണുന്ന പോലെ വല കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ അവിടെ നിന്ന് എടുത്തിട്ട് തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വിടാൻ വേണ്ടി പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ വലയ്ക്കകത്ത് നിന്ന് കയറുന്നതായിരിക്കും മനസ്സിലായില്ല. അപ്പോൾ നമ്മളിത് ഫോറസ്റ്റുകാരെ വിളിച്ച് കൊടുത്താലോ എന്ന് ആലോചിച്ചാണ്. പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കാണുന്നതിന് കുറച്ച് മുന്നേ ആ വലയിൽ കുടുങ്ങിയതുള്ളൂ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ കുറ്റിയിലേക്ക് കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. അവിടെ ആകുമ്പോൾ അവിടെ ഇരിക്കുക ശല്യമില്ലാത്ത രീതിയിൽ ഗ്രൗണ്ടിൽ ആൾക്കാർ കളിക്കുന്നതുകൊണ്ട് ഇവിടെ ശല്യമില്ലാത്ത രീതിയിൽ ഇരിക്കുകയോ അവിടെ നിന്ന് പറന്നു പോവുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ ആ കാണുന്ന ചരിഞ്ഞ മരത്തിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം കാട് പോലത്തെ ഒരു ഏരിയയാണ്. അതിന് കൃത്യമായിട്ടും സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ. അപ്പോൾ ഈ കാണുന്ന പോലെ കൊണ്ടുപോയിട്ട് അധികം നമ്മൾ ഭയപ്പെടുത്താത്ത രീതിയിലാണ് പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നത് മനസ്സിലായി. ഈ കാണുന്ന പോലെ ശാന്തമായിട്ട് കയ്യിലടങ്ങിയിരിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ മരക്കുറ്റിയുടെ മുകളിലേക്ക് നമ്മളതിനെ എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. കാലിന് ചെറിയ വേദന ഉണ്ടെന്ന് തോന്നുന്നു വലയിൽ കുരുങ്ങി കിടന്നതിൻ്റെ. അപ്പോൾ ഈ കാണുന്ന പോലെ അതിന് മുകളിൽ നമ്മൾ ഈ കാണുന്ന പോലെ പതിയെ വെച്ച സമയത്ത് അവിടെ നിന്നത് പറന്ന് ദൂരേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂങ്ങയെ കൊണ്ടുപോയിട്ട് തിരികെ വന്ന സമയത്ത് ഈ കാണുന്ന പോലെ ഗ്രൗണ്ടിൽ കുറേ കുഞ്ഞി പിള്ളേർ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളും പോയി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകണം. വളരെ കുഞ്ഞു പിള്ളേരാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അവരുടെ കൂടെ നമ്മളും കളിക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ കാട്ടുമൂങ്ങ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവിടെ തന്നെ നമ്മൾ തിരികെ വിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം കുറച്ചൊന്ന് മാറി തിരികെ വിട്ടിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവലയിൽ ചെന്ന് കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് മാറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ മൂങ്ങകളൊക്കെ കാണുന്നത് മനസ്സിലായി. അപ്പോൾ എവിടെ നിന്ന് വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ അവിടെ തന്നെ എടുത്ത് തിരികെ വിട്ടിട്ടുണ്ട് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക വീഡിയോ അത്ര ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ പ്രത്യേകം ചേട്ടാ മനസ്സിലായി. നമ്മൾ വെറുതെ എടുത്തിട്ട് വെറുതെ നമ്മൾ മൂങ്ങ കണ്ട സ്ഥിതിക്ക് വ്യത്യസ്തമായ ഒരു മൂങ്ങ കുരുങ്ങി കിടക്കുന്ന സ്ഥിതിക്ക് നമ്മൾ വെറുതെ നിർത്തി കാണിച്ചെന്ന് മാത്രമല്ല മനസ്സിലായി. അപ്പോൾ നമ്മൾ തന്നെ തിരികെ അവിടെ തന്നെ വിട്ടിട്ടുണ്ട്. ടാറ്റാ ടാറ്റാ ടാറ്റാ.